ഉളുഹിയത്ത് വളരെ പവിത്രമായ ശ്രേഷ്ഠമായ ഒരു അമലാണ്. മുസ്ലിങ്ങൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ പ്രത്യേക സമയത്ത്, അതായത് ബലിപെരുന്നാളിൻ്റെ അന്ന് സൂര്യൻ ഉദിച്ചതിന് ശേഷം 2 റക്അത്ത് പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കാനുള്ള സമയവും, അതുപോലെ തന്നെ തൊട്ടുടനെ നടക്കുന്ന 2 ഖുതുബ, ആ ഖുതുബയും കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സമയം എപ്പോഴാണോ ആവുന്നത് അത് ആയത് മുതൽക്ക്, അതായത് പെരുന്നാൾ ദിവസം സൂര്യൻ ഉദിച്ച് 2 റക്അത്ത് നിസ്കരിക്കുവാനും 2 ഖുതുബ ഓതുവാനുള്ള സമയം കഴിഞ്ഞത് മുതൽക്ക് അയ്യാമു തശ്രീഖിൻ്റെ അവസാനത്തെ ദിവസം വരെയുള്ള സമയം, ഈ ഒരു പ്രത്യേക സമയങ്ങളിൽ പ്രത്യേക നിയ്യത്തോടുകൂടെ അല്ലാഹു തആലയുടെ പ്രീതിക്ക് വേണ്ടി അറുക്കപ്പെടുന്ന ബലി കർമ്മം ചെയ്യപ്പെടുന്ന ആ ഒരു പ്രവർത്തിക്കാണ് ഉളുഹിയത്ത് എന്ന് പറയുന്നത്. അതിന് ചില നിബന്ധനകളൊക്കെയുണ്ട്, ഇൻഷാ അല്ലാഹ് അത് പിന്നീട് പറയാം. ഇതിൻ്റെ മുമ്പ് അറുത്താലും ശേഷം അറുത്താലും ഈ സമയത്തിന് മുമ്പോ ശേഷം അറുത്താൽ ഉളുഹിയത്താവുകയില്ല. ഇതിന് പ്രത്യേക നെയ്യത്തോടുകൂടെ ഈ സമയത്ത് അറുക്കുന്ന ബലികർമ്മത്തിനാണ് ഉളുഹിയത്ത് എന്ന് പറയുന്നത്. ഇതിനൊരുപാട് ശ്രേഷ്ഠതകളുണ്ട്, പവിത്രമായ ഒരുപാട് ശ്രേഷ്ഠതകളും കൂലികളും പുണ്യങ്ങളും ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഹദീസിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഒരുപാട് ആളുകൾക്ക് അതിലൂടെ ഉപകാരം ലഭിക്കുന്നുണ്ട്, പ്രയോജനം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമാണ്. ഹദീസിൽ നിന്നും കിതാബുകളിൽ നിന്നും ബോധ്യപ്പെട്ട ഒരുപാട് സത്യങ്ങൾ, ഒരുപാട് ശ്രേഷ്ഠതകളും ഗുണങ്ങളുമാണ് ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ഇങ്ങനെ ഉളുഹിയത്തിൽ പങ്കെടുക്കുന്ന വ്യക്തി, ആ വ്യക്തിക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ഉളുഹിയത്ത് അറുക്കുന്ന ആ വ്യക്തി, ഉളുഹിയത്ത് അറുക്കുക എന്നുള്ളത് ബലിപെരുന്നാളിൻ്റെ അന്നേ ദിവസം, ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് ബലിപെരുന്നാൾ എന്നുള്ളത്. ആ ദിവസം ഈദുൽ അദ്ഹ, ആ ദിവസത്തിലെ ഏറ്റവും പുണ്യമായ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അമലാണ് ബലികർമ്മം. അല്ലാഹു തആലയുടെ പ്രീതിക്ക് വേണ്ടി ആ ബലികർമ്മം നടത്തുക, ഉളുഹിയത്ത് അറുക്കുക എന്നുള്ളത് ഏറ്റവും പവിത്രമായ ഒരു അമലാണ്. മറ്റൊന്ന്, ആ ഉളുഹിയത്തിൽ പങ്കെടുക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഉളുഹിയത്ത് അറുക്കുന്ന വ്യക്തി, ആ വ്യക്തിക്ക് ആ മൃഗത്തിൻ്റെ കുളമ്പും അതിൻ്റെ കൊമ്പും എന്ന് മാത്രമല്ല ആ മൃഗം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ തന്നെ നാളെ ആഖിറത്തിൽ വെച്ചുകൊണ്ട് ആ വ്യക്തിക്ക് ശഫാഅത്ത് ചെയ്യും, ആ വ്യക്തിക്ക് വേണ്ടി സഹായത്തിനെത്തും എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, മറ്റൊരു ശ്രേഷ്ഠതയാണ്. വേറൊന്ന്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചര്യകളിലെ പ്രധാനപ്പെട്ട ഒരു ചര്യയാണ് ബലികർമ്മം എന്നുള്ളത്. മറ്റൊന്ന്, ബലികർമ്മം ചെയ്യപ്പെടുന്ന ആ മൃഗത്തിന് ലക്ഷങ്ങൾ രോമങ്ങളുണ്ടാവും, ഒരുപാട് രോമങ്ങളുണ്ടാവും. എത്രത്തോളം രോമമുണ്ടോ അത്രത്തോളം സൽക്കർമ്മങ്ങൾ ആ ഉളുഹിയത്തിൽ പങ്കെടുക്കുന്ന, ഉളുഹിയത്ത് അറുക്കുന്ന വ്യക്തിക്ക് അത് സൽക്കർമ്മമായിട്ട് രേഖപ്പെടുത്തുന്നു എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു ശ്രേഷ്ഠതയാണ്, പവിത്രതയാണ്. ആ വ്യക്തി അതുപോലെ തന്നെ ബലികർമ്മം ചെയ്യപ്പെടുന്ന ആ മൃഗത്തിൻ്റെ രക്തവും കൊമ്പുകളും അതിൻ്റെ രോമങ്ങളുമെല്ലാം നാളെ ആഖിറത്തിൽ വെച്ചുകൊണ്ട് നന്മയും തിന്മയും തൂക്കുന്ന തുലാസിൽ അവനിക്ക് നന്മയായിട്ട് അത് കനം കൂടാൻ, നന്മയുടെ തുലാസിൽ ഭാരം കൂട്ടാൻ അതൊരു കാരണമാകും എന്നുള്ളത് മറ്റൊരു പവിത്രതയാണ്. ബലികർമ്മം ചെയ്യപ്പെടുന്ന ആ മൃഗത്തിൻ്റെ രക്തം ഭൂമിയിൽ വീഴുന്നതിന് മുമ്പായി അള്ളാഹുവിങ്കൽ അതിന് മഹത്തായ ഒരു സ്ഥാനം ലഭിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു ശ്രേഷ്ഠതയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു യാഥാർത്ഥ്യം കൂടിയാണ്. നല്ല നിയ്യത്തോടുകൂടെ ഒരാൾ ഉളുഹിയത്ത് അറുക്കുകയാണെങ്കിൽ അത് കാരണമായിട്ട് ആ വ്യക്തി നരകത്തിൽ നിന്ന് മോചിതനാകാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമാകും എന്നുള്ളതും ഇതിൻ്റെ ശ്രേഷ്ഠതകളിൽപ്പെട്ട, ഇതിൻ്റെ ഗുണങ്ങളിൽപ്പെട്ട ഒരു ഗുണവും കൂടിയാണ്. അതുപോലെ തന്നെ ബലികർമ്മം ചെയ്യപ്പെടുന്ന സമയത്ത് അതിൻ്റെ രക്തം, ആ മൃഗത്തിൻ്റെ ആദ്യ തുള്ളി രക്തം ഭൂമിയിൽ വീഴുന്നതിന് മുമ്പ് തന്നെ ആ അറുക്കുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ പങ്കെടുക്കുന്ന വ്യക്തിയുടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ്, ഇതിൻ്റെ ശ്രേഷ്ഠതയാണ്. ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകളും ഒരുപാട് ഗുണങ്ങളും ഉളുഹിയത്തിൽ പങ്കെടുക്കുന്ന വ്യക്തിക്കും അതുപോലെ തന്നെ പങ്കെടുക്കുന്ന വ്യക്തിക്ക് ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളും സവാബുകളും കൂലികളും ലഭിക്കും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. വസ്സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ.